Hi everyone, this is Jabin Say from Avika. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് ലേബിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിൽ നടന്ന എല്ലാ പുതിയ ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സിനെയും അതേപോലെ ന്യൂസിനെയുമാണ്. സോ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് iOS 8 പുതിയ ബീറ്റ 3യും അതേപോലെ iOS 17.6 പുതിയ ബീറ്റ 3യും നമുക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വാച്ചിനും അതേപോലെ മാക്കിനും എല്ലാത്തിനും പുതിയ ഈ പറഞ്ഞ iOS 18 പോലെ പുതിയ സോഫ്റ്റ്വെയറും ഇപ്പോൾ കറൻറ്റ്ലിയുള്ള iOS 17 പോലുള്ള ആ ഒരു അപ്ഡേഷനും ബീറ്റ സോഫ്റ്റ്വെയർ എല്ലാ സിസ്റ്റത്തിനും അല്ലെങ്കിൽ എല്ലാ ഡിവൈസിനും ആപ്പിൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ iOS 17.6 ഒഫീഷ്യൽ അപ്ഡേഷൻ മിക്കവാറും ഈ ഒരു മാസം നമുക്ക് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ പബ്ലിക് ബീറ്റയും ഞാൻ കരുതുന്നത് ഈ ഒരു വീക്ക് അല്ലെങ്കിൽ ലാസ്റ്റ് വീക്ക് വരുന്നതാണ്. മിക്കവാറും ഈ ഒരു വീക്ക് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ആപ്പിൾ പൊതുവെ ഇങ്ങനെ ഈ ഒരു എന്താ പറയുക, ഈ പറഞ്ഞ അപ്ഡേഷൻസ് മാറ്റാറില്ല. ഐഫോണിൻ്റെ അല്ലെങ്കിൽ iOS 17 റിലീസ് ആയത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ പബ്ലിക് ബീറ്റ റിലീസ് ആയത് ജൂലൈ 11 എന്തോ ആണ് കഴിഞ്ഞ കൊല്ലം റിലീസ് ആയത്. പക്ഷേ അതേപോലെ നമ്മൾ എക്സ്പെക്ട് ചെയ്തു വന്നില്ല. അതുകൊണ്ട് ഈ വരുന്ന വീക്കിൽ നമുക്ക് iOS 8 പബ്ലിക് ബീറ്റ വരാനും ചാൻസ് ഉണ്ട്. പിന്നീട് അടുത്ത് വരുന്ന അപ്ഡേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആപ്പിൾ വാച്ചിൻ്റെ ഒരു അപ്ഡേഷനാണ്. ആപ്പിൾ വാച്ചിൻ്റെ SE3 എന്ന് പറയുന്ന മോഡൽ നമുക്ക് ഇനി മുതൽ ഒരു പ്ലാസ്റ്റിക് ബോഡിയിലായിരിക്കും വരാൻ പോകുന്നത്. ഇത്രയും നാൾ നമ്മൾ കണ്ട ഒരു അലൂമിനിയം ബോഡിയിൽ നിന്ന് ഒരു പ്ലാസ്റ്റിക് റിജിഡായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ബോഡിയിലേക്ക് മാറാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ആപ്പിളിന് ഈ പറഞ്ഞ ആപ്പിൾ വാച്ച് SEയുടെ കോസ്റ്റ് നല്ല രീതിക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഇനി അതേപോലെ നമ്മുടെ പുതിയ ഈ പറഞ്ഞ ആപ്പിൾ വാച്ചിൻ്റെ 10 സീരീസ് എന്ന് പറയുന്ന പുതിയ വാച്ച്, അതിൽ നമുക്ക് ലാർജറായിട്ടുള്ള ഡിസ്പ്ലേയും അതേപോലെ തന്നെ ഒരു ഗ്രൗണ്ട് വർക്ക്, ആപ്പിൾ ഇൻ്റലിജൻസിന് ഒരു ഗ്രൗണ്ട് വർക്കായിട്ട് എന്തെങ്കിലും ഒരു മാറ്റം ഈ പറയുന്ന സിറിയുടെ ഇൻ്റർഫേസൊക്കെ ഇല്ലേ, ഈ ഒരു സ്ക്രീൻ ഫുള്ള് വരുന്ന ആ ഒരു ഇൻ്റർഫേസിലൊക്കെ വരാനും ചാൻസ് എന്നാണ് നമുക്കിട്ട് റിപ്പോർട്ട്. ഈ ഒരു സിറിയുടെ ഇൻ്റർഫേസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ആപ്പിൾ iOS 18 ഒഫീഷ്യലി റിലീസ് ചെയ്യുമ്പോൾ തന്നെ സിറിയും ബാക്കി കാര്യങ്ങളും ചിലപ്പോഴാണ്, അതായത് ചിലപ്പോൾ ആപ്പിൾ ഇൻ്റലിജൻസ് വരാനുള്ള ചാൻസ് ഉള്ളൂ. മിക്കവാറും 2024 അവസാനത്തോടെ ആയിരിക്കും ഈ പറയുന്ന ആപ്പിൾ ഇൻ്റലിജൻസും ബാക്കി എല്ലാ കാര്യങ്ങളും iOSൽ വരാനുള്ള ചാൻസ് എന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. അത് എത്രത്തോളം കറക്റ്റാണ് എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ബീറ്റാസ് ഇപ്പോൾ റണ്ണിങ്ങിലാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആപ്പിളിൻ്റെ പുതിയ സിറിയും അതേപോലെ തന്നെ ആപ്പിൾ ഇൻ്റലിജൻസും ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ രണ്ടും നമ്മുടെ ഈ 2024 അവസാനത്തേക്ക് വരാനാണ് ചാൻസ് ഉള്ളത്. അടുത്തൊരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് നമ്മുടെ കാർ യൂസേഴ്സിനാണ്. കാരണം കാർ യൂസേഴ്സിന് കാർ പ്ലേ യൂസ് ചെയ്യുമ്പോൾ ഗൂഗിൾ മാപ്പ് ഇനി മുതൽ യൂസ് ചെയ്യുകയാണെങ്കിൽ സ്പീഡോമീറ്റർ, നമ്മുടെ വണ്ടിയുടെ സ്പീഡോമീറ്ററും ബാക്കി കാര്യങ്ങളും കറക്റ്റായിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ, അതിൻ്റെ സൈഡിൽ നമ്മുടെ ഈ കിലോമീറ്റർ പെർ അവർ കാണിക്കും. ആ ഒരു ട്രാക്കിംഗ് ഇപ്പോൾ ഗൂഗിളിൻ്റെ ഈ പറഞ്ഞ മാപ്സിൽ കാർ പ്ലേയിൽ ആപ്പിൾ കൊണ്ടുവന്നുണ്ട് അല്ലെങ്കിൽ ഗൂഗിൾ കൊണ്ടുവന്നുണ്ട്. അതേപോലെ iPhone 17 Pro Max സീരീസിൽ മാത്രമായിരിക്കും ഈ പറഞ്ഞ 3 ക്യാമറ 48 മെഗാ പിക്സലായിട്ട് മാറാൻ പോകുന്നത്. അവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഈ പറഞ്ഞ 17 Proയിലും അല്ലെങ്കിൽ Pro Maxൽ നമുക്ക് 3 ക്യാമറ ആയിരിക്കും വരാൻ പോകുന്നത്. അതെന്തായാലും ഉറപ്പുള്ള ഒരു കാര്യം തന്നെയാണ്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ ഈ കൊല്ലവും ഒരു മാറ്റവുമില്ലാത്ത ഡിസൈൻ, ഈ പറഞ്ഞ 3 ക്യാമറസുള്ള ഡിസൈനാണ് ആപ്പിൾ ഈ പറഞ്ഞ പ്രോ സീരീസിൽ കൊണ്ടുവരുന്നത്. ആ ഒരു ഡിസൈൻ മാറ്റമില്ലെങ്കിൽ പോലും 10% വർധനവ് ഈ പറയുന്ന ആപ്പിളിൻ്റെ iPhone 16 സീരീസിലുണ്ടാവും എന്നാണ് കരുതുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പറയുന്ന AI ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെയാണ്. ആപ്പിൾ ഹോപ്പ് ചെയ്യുന്ന പോലെ തന്നെ 10 or above ഷിപ്മെൻറ്റ് നമ്മുടെ iPhone 16 സീരീസിലുണ്ടാവും ബിക്കോസ് ഓൺലി ഓഫ് ദ AI ഫീച്ചേഴ്സ്. സോ ഈ പറഞ്ഞ എല്ലാ പുതിയ കാര്യങ്ങളും നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി അതേപോലെ മനസ്സിലാക്കിയെന്ന് കരുതുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ കിടിലനായിട്ടുള്ള അപ്ഡേറ്റ്സും ആപ്പിളിൻ്റെ ന്യൂസുകളും അറിയാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ തൊട്ട് താഴത്ത് കൊടുത്തിട്ടുണ്ട്. ഗോ ഫോളോ മീ ഇൻസ്റ്റാഗ്രാം ടു. ആൻഡ് ടെലിഗ്രാം വഴി നിങ്ങൾക്ക് കുറേയധികം ആപ്പിളിൻ്റെ ടോക്സും കാര്യങ്ങളൊക്കെ ലഭിക്കാനും നമ്മുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് മലയാളത്തിൽ ന്യൂസും ബാക്കി കാര്യങ്ങളും വായിക്കാനായിട്ട് നമ്മുടെ എവിക്കയുടെ സ്വന്തം വെബ്സൈറ്റ് ഇപ്പോൾ ലൈവാണ്. എന്തായാലും ആ ഒരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. വെബ്സൈറ്റ് ലിങ്ക് ഞാൻ തൊട്ട് താഴത്ത് കൊടുക്കാം.
അല്ലെങ്കിൽ www.evica.com ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ദിസ് ഇസ് Abin Xavier signing from Evica.